ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്നത്തെയും പോലെ ഞങ്ങൾ ഇതാ കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം രാവിലത്തെ വെള്ളം പിടിക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പം ഒന്ന് പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരപ്പേരിയാണ് വെക്കുന്നത്. ചീരപ്പേരി മാത്രമൊന്നുമല്ല, ക്യാബേജ് ഉപ്പേരി ഉണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലും വിശേഷങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ ധോനി ബേബി ഇന്ന് നേരത്തെ ഉറങ്ങി. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റതാണ്. അപ്പോൾ അവൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഉറങ്ങി കേട്ടോ. അപ്പം ഇനി അവൾ എണീക്കുമ്പോഴേക്കും ഇനി കുറുക്കൊക്കെ ഉണ്ടാക്കി വെക്കണം. പിന്നെ അവൾക്ക് വെള്ളം ചൂടാറാൻ വെക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ചീരപ്പേരി ആയി. അതിൽ തേങ്ങയൊക്കെ ചിരവിയിട്ടു. അമ്മായി തേങ്ങയൊക്കെ ചിരവി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായി ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയമ്മായിക്കുള്ള കറി ചക്കക്കൂരും കുമ്പളങ്ങയൊക്കെ അങ്ങനെ കഷ്ണങ്ങൾ ഉള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉടഞ്ഞു പോണത് ഇഷ്ടമല്ല ചെറിയമ്മായിക്ക്. അപ്പോൾ കഷ്ണങ്ങൾ മാത്രമായിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നേട്ടന്മാരങ്ങനെ കൂട്ടൂല. അവർക്ക് കഷ്ണങ്ങളൊക്കെ നല്ല ഉടഞ്ഞിട്ടുള്ള സാമ്പാർ അങ്ങനത്തെയൊക്കെ ഇഷ്ടം. അപ്പം ഞാനിതാ ചീരക്കറി ആയിക്കൊണ്ടിരിക്കുക. ചീരക്കറി ആയി അങ്ങനെ തേങ്ങയൊക്കെ അമ്മായി ചിരവി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ അതിലിട്ടിട്ട് വേഗം അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടോ. ഇനി ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കണം. ക്യാബേജിന് അതാ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു, അത് അമ്മ അരിഞ്ഞ് തന്നു കേട്ടോ. പിന്നെ അതും കൂടി ഇനി ഒരു അടുപ്പത്ത് വെക്കണം. അതും ഒരു അടുപ്പത്ത് വെക്കാം. പിന്നെ കുട്ടിക്ക് കുറുക്കും ഒരു അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെങ്ങനെ ടോർച്ചർ ചെയ്ത് ഓരോ മെസ്സേജൊക്കെ അയച്ച അവരോട്. എനിക്ക് അവരോടൊന്നും ആരോടും ഇല്ല കേട്ടോ ഒരു ദേഷ്യം. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയണതിൽ എനിക്കൊരു മടിയില്ല കേട്ടോ, വിഷമമില്ല. പിന്നെ എന്നെ പറഞ്ഞവരോടായാലും എനിക്കൊരു ദേഷ്യമില്ല, വെറുപ്പില്ല കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകൾ, എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചേച്ചിമാരായിട്ടും ചേട്ടന്മാരായിട്ടും അനിയന്മാരായിട്ടും അനിയത്തിമാരായിട്ടും എൻ്റെ ഒരുപാട് ചേച്ചിമാർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോളെ വിഷമിക്കേണ്ട, അതൊന്നും സാരല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തിനാ നമ്മൾ ഒരാളെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ കുറേ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ആ കണ്ടപ്പോഴൊക്കെ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ആ വിഷമങ്ങളൊക്കെ എനിക്ക് മാറി. എൻ്റെ ചേച്ചിമാർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഒരാൾ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അത് ചുരുക്കം ചിലർ മാത്രമേ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അവരൊക്കെ എന്നോ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം. കാരണം അവരുടെ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ അല്ലെങ്കിൽ അംഗങ്ങളെ പോലെയാണ് ഞങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ അവർ അത്രയും പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഇട്ട് എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. വിഷമങ്ങളൊക്കെ എനിക്ക് ആ ഒരു മെസ്സേജുകൾ കണ്ടപ്പോൾ തന്നെ, എൻ്റെ ചേച്ചിമാരുടെ മെസ്സേജുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമങ്ങളൊക്കെ മാറിയിട്ടോ. അപ്പോൾ അത് അന്ന് 2 തരം കറികളൊക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് പറയുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ മെസ്സേജ് അയക്കാത്ത എൻ്റെ യൂട്യൂബ് ഫാമിലിയിലത്തെ ആൾക്കാരായാലും കേട്ടോ, എല്ലാവരോടും എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ വിശേഷത്തിലേക്ക് കിടക്കാം. വിഷമങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നടന്നിട്ടോ ഇരുന്നിട്ടോ നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ക്യാബേജ് തോരനെ അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോഴത്തേന് ധോനിബാവ് എണീറ്റിരിക്കണം. അമ്മ പോയിട്ട് ഇങ്ങനെ അവളോട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഒരടുപ്പത്ത് ഞാൻ ക്യാബേജ് ഉപ്പേരി ആക്കി അവൾക്ക് കുറുക്കും ഉണ്ടാക്കിട്ടോ. വേഗം അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചൂടാറ്റും വേണമല്ലോ. അപ്പം ചൂടാറ്റിയിട്ട് വേണം. നല്ല ചൂടാറിയാൽ അവൾ കഴിക്കൂല. പിന്നെ അവൾ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നതിന് ശേഷമായിട്ടാണ് ഞാനൊന്ന് ചൂടാറ്റുക. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഇതും കൂടി ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം എനിക്ക് അവളെ കുളിപ്പിക്കാൻ പോകാം. അപ്പോൾ അല്ലെങ്കിൽ ഗ്യാസിലൊന്നും പെരുമാറാൻ അമ്മായിമാർക്കൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ കറികൾ രണ്ടും പിന്നെ അടുപ്പത്ത് തന്നെ വെച്ച് ചോറായിരിക്കുന്നു. അപ്പോൾ 2 കറികൾ, സാമ്പാറും പിന്നെ ചെറിയമ്മായിക്കുള്ള കറി അത് അടുപ്പത്ത് തന്നെ വെച്ചു കേട്ടോ. എനിക്കൊക്കെ തേങ്ങ ചിരവി തന്നിട്ടുണ്ട് വലിയമ്മായി കേട്ടോ. അപ്പം ഇനി അടുപ്പത്തുള്ളതൊക്കെ വലിയമ്മായി നോക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയിട്ടൊക്കെ ഒന്ന് അങ്ങോട്ട് കൈയിട്ട് ഇളക്കിയിട്ടും പിന്നെ തേങ്ങ ഒഴിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അത് 3 തരം തേങ്ങ ഇങ്ങനെ ചിരവി ഇങ്ങനെ പാകത്തിനാക്കി തന്നിരിക്കും എനിക്ക് വലിയമ്മായി കേട്ടോ. പിന്നെ നമ്മുടെ ഇതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ കേട്ടോ, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. എന്നാലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലിയെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറിക്ക് ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ അരയ്ക്കാനൊന്നും വലിയ മയക്ക് വയ്യല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതാ ഞങ്ങൾക്ക് പച്ചക്കറിയൊക്കെ
കൊണ്ടുവന്ന് തരുന്ന ഒരാളെ ഡെയിലി ആഴ്ചയിൽ വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് അമ്മയ്ക്ക് അവിടെ ഇറങ്ങി പോകാനൊന്നും വയ്യല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഏട്ടന് തലേ ദിവസം ചെറിയമ്മായി കുറച്ച് മാങ്ങയുടെ ചമ്മന്തി കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഡോക്ടർ വീട്ടിൽ പോയപ്പോൾ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഉണ്ടാക്കാൻ അറിയോ ചോദിച്ചു. ഉണ്ടാക്കാനൊക്കെ അറിയാം, എനിക്കറിയില്ലല്ലോ ഇവർ കഴിക്കുന്നുള്ളത്. അപ്പോൾ അന്ന് ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. അപ്പം ഞാനെന്നാൽ കുറച്ച് 2 മാങ്ങ മുറ്റത്തൊരു ചെറിയ മൂച്ചിൻ്റെ അതിൽ കുറേ 5-6 മാങ്ങ ഉണ്ട് കേട്ടോ. വേഗം 2 മാങ്ങ ചെറിയമ്മായി അറുത്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കി ഏട്ടൻ വരുമ്പോഴേക്ക്. പിന്നെ ഏട്ടന് ചൂടാറാൻ വേണ്ടിയിട്ട് ചോറും വിളമ്പി വെച്ചു കേട്ടോ. അപ്പോൾ ചൂട് ആറിയിട്ടുണ്ടെങ്കിൽ വേഗം കഴിക്കാമല്ലോ. ചിലപ്പോൾ വിശന്നിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. രാവിലെ ചായക്ക് കടി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ഏട്ടൻ കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ചോറും കറികളും എല്ലാം ആയി. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോറാൻ, അതൊക്കെ മോറി വെച്ചു. പിന്നെ കുറച്ച് വെള്ളം കമ്മിയാണ്. അപ്പം മോട്ടർ അടിച്ചിട്ട് കുറച്ച് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് കിണറ്റിന്ന് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കണം പാത്രം കഴുകാനൊക്കെ. അപ്പോൾ പാത്രം കഴുകുന്നേരത്തെ വെള്ളം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് അത് പിന്നെ ശീലമായതും കൊണ്ട് അങ്ങനെ വിഷമമൊന്നും തോന്നാറില്ല. നമ്മളിപ്പോൾ ആദ്യം ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിച്ചായിരുന്നത്. പിന്നെ നമുക്ക് വയ്യാത്ത കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകാറില്ലേ. അപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ, നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ കൂട്ടുകാർ ഒരിക്കൽ കൂടി പറയാണ്, കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ കുട്ടി ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഏട്ടാ അവളെ അടുത്ത് കുറച്ച് പുറത്തേക്കൂടെ പോയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.